നമസ്കാരം. സിനിമാ ലോകത്തു നിന്നും ഏറ്റവും അധികം ആരോപണങ്ങൾ, പരാതികൾ ഒക്കെ ഉയർന്നു വരുന്നത് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ്. എന്നാൽ ഇതിനു മുൻപ് എത്രയോ നാളുകൾക്ക് മുൻപ് തന്നെ സിനിമയിൽ ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്, ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും കമ എന്നൊരക്ഷരം പോലും വാതുറന്ന് പറയാൻ കഴിയാത്ത ആളുകളാണ് ഇപ്പോൾ വലിയ വലിയ പരാതികളുമായിട്ട് രംഗത്ത് വരുന്നത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ അന്ന് മൗനം പാലിച്ചത്? അന്ന് ഒന്നോ രണ്ടോ കേസുകൾ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ ഈ സിനിമാ ലോകത്ത് ഇത്രമാത്രം വിഷയങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പം നടൻ ജയസൂര്യയുടെ പേരിലാണെങ്കിലും, സിദ്ദിഖിൻ്റെ പേരിലാണെങ്കിലും, മണിയൻ പിള്ള രാജുവിൻ്റെ പേരിലാണെങ്കിലും, മുകേഷിൻ്റെ പേരിലാണെങ്കിലും, സംവിധായകരായ ഹരിഹരൻ്റെയും രഞ്ജിത്തിൻ്റെയും ഒക്കെ പേരുകൾ ഇതിനകവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇനിയും അനേകം പേരുകൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ അടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നു വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന ഒരു പേര്, നടനും സംവിധായകനും നിർമ്മാതാവും എല്ലാമായ മലയാള സിനിമയിലെ ഓൾറൗണ്ടർ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ബാലചന്ദ്ര മേനോനുമായി ബന്ധപ്പെട്ട കേസാണ്. അത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവ വികാസങ്ങളാണ് ഈ ഒരു ആരോപണമായി ഇപ്പോൾ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. അത് ഈ പറയുന്ന കുറ്റാരോപിതനായ ആളുടെ ഭാര്യയും മക്കളുടെ മക്കളുമൊക്കെയായ അദ്ദേഹം ഒരു വാർദ്ധക്യമായ അവസ്ഥയിലേക്ക് വന്ന സമയത്താണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും ആരോപണങ്ങൾ എപ്പോൾ വന്നാലും അത് സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം അത് തെറ്റ് എപ്പോഴായാലും തെറ്റ് തന്നെയാണ്. പക്ഷേ ചോദ്യം ഉന്നയിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര നാളും ഇതിന് ഇരകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകൾ നിശബ്ദരായത്? ഇവർ ഒരാളെങ്കിലും ഒരു പരാതിയുമായി മുൻപ് തന്നെ രംഗത്ത് വന്നിരുന്നെങ്കിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരുമായിരുന്നില്ല. നമുക്കത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. കാരണം ഒന്നോ രണ്ടോ കേസുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്കതൊരു ഭയം ഉണ്ടാക്കാനുള്ള ഇടയുണ്ടാകും എന്നതുകൊണ്ട് തന്നെ ആരും ഇക്കാര്യത്തിൽ മുതിരുമായിരുന്നില്ല എന്നത് നിസ്സംശയം പറയാം. ഈ തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് മറ്റുള്ളവരും മനസ്സിലാക്കി. ഒരു നടൻ ചെയ്താൽ തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത്, ഞാൻ ഇന്ന ആളെ കണ്ടിരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് പങ്കിട്ടിരുന്നു. ഇത് മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ അതൊരു പോസിറ്റീവായിട്ട് വരും. കാരണം ഇത്തരം കാര്യങ്ങൾ സിനിമാ മേഖലയിൽ സർവ്വസാധാരണമാണ്. ഇതിങ്ങനെ ചെയ്താൽ ആരും ഒന്നും പറയില്ല, നടിമാർ പരാതിയുമായി പോകില്ല എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ആ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഇതിന് മാത്രമുള്ള കേസുകൾ, ഈ നടന്മാരുമായി ബന്ധപ്പെട്ട കേസുകൾ, സംവിധായകരുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉയർന്നു വരുന്നത്. പക്ഷേ അന്ന് ഏതെങ്കിലും ഒരു ആൾ ഒരു സിനിമയ്ക്കകത്ത് നടൻ സോമൻ പറയുന്നത് പോലെ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നുവെങ്കിൽ, ഒന്ന് ഉറക്കെ ശബ്ദിച്ചിരുന്നുവെങ്കിൽ ഈ തെറ്റ് ഉണ്ടാകുമായിരുന്നില്ല എന്ന് സോമൻ പറയുന്നൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കാരണം ഒരാൾ പരാതിയുമായി പോയിരുന്നുവെങ്കിൽ, ഒരു ആൾ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിൽ, ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ ഇത്രമാത്രം പുഴുക്കുത്തുകൾ ഈ മലയാള സിനിമയിൽ ഉണ്ടാകുമായിരുന്നില്ല. മലയാള സിനിമ ഇത്രമാത്രം ദുഷിച്ച ഒരവസ്ഥയിലേക്കും എത്തുമായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരൊന്നും പരാതിപ്പെടാതിരുന്നത്? അപ്പോൾ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മാത്രമാണ് അവർ ലക്ഷ്യം വച്ചിരുന്നത്. കാരണം ഒരു സിനിമയിൽ അഭിനയിക്കുക, അതിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം വാങ്ങുക, അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നവർ ഇപ്പോൾ ഈ പരാതിയുമായി വരുന്നതിൻ്റെ ഔചിത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഈ തെറ്റുകൾ ഇരിക്കാൻ അന്നേ പരാതിപ്പെടേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനകത്ത് ഈ അന്ന് ചെയ്തിരുന്നു, 20 വർഷം മുൻപ് ഇളനെ പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുന്നതിൽ എന്ത് റീസണാണുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഈ സിനിമാ ലോകത്തെ പുഴുക്കുത്തുകൾ ഉണ്ടാകാതിരിക്കാനുള്ള യത്നം, അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനം ഇപ്പോൾ തന്നെ തുടങ്ങണം. ഇപ്പോൾ തുടങ്ങിവെച്ച ഈ സംരംഭം, ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായി ചർച്ചയാവുകയും അതിന് ശരിക്കും കുറ്റക്കാരെ കോടതിക്ക് മുന്നിലെത്തിക്കുകയും കൃത്യമായ ശിക്ഷ നടപ്പാക്കുകയും ചെയ്താൽ വരും കാലത്തെങ്കിലും മലയാള സിനിമ പ്യുവറായിരിക്കും, ശുദ്ധമായിരിക്കുമെന്ന് നിസ്സംശയം പറയാം.